ക്യാപ്റ്റൻ, നമ്മുടെ ആ ഓട്ടോക്കാരൻ പയ്യൻ വാനും കൊണ്ട് വന്നിട്ടുണ്ട്. ഓട്ടോക്കാരൻ നാലും തിരിഞ്ഞ റൂട്ടുകാരൻ ഇവനാണോ? യെസ്. അയ്യോ സാറേ, ലുക്ക് നോക്കണ്ട, സംഗതി കണ്ടീഷനാ. ലുക്കിലല്ലല്ലോ വർക്കിലല്ലേ അനി ആ കാര്യം. അതെ. ഓട്ടം ലോങ് ആണോ സാറേ? ശബരിമലയ്ക്ക്. നീ ചാവി എടുക്ക്. നീ വിട്ടോ, അല്ല ഞാൻ വിളിച്ചോളാം. ഈ സാറിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഈ സാറിനെയോ? അല്ല സാറിനെ. എന്നെയോ? എന്നെ ഇതുവരെ ഞാൻ തന്നെ കണ്ടിട്ടില്ല. നീ പോ. ശബരിമലയ്ക്ക് പോകുന്ന ഒരു മേക്ക് ഓവർ വേണം വണ്ടിക്ക്. ആർ യു സീരിയസ്? യെസ്, ഐ എം സീരിയസ്. അങ്ങനെ ആകുമ്പോൾ അൺവാണ്ടഡ് പോലീസ് ചെക്കിംഗ് ഉണ്ടാവില്ല. ഹലോ, ഞാനൊരു കല്യാണത്തിന് പോവാണ് കോഴിക്കോട്. നമ്മളെ വിളിച്ചിട്ടൊന്നുമില്ല, എന്നാലും നമ്മുടേതായ മര്യാദകൾ നമ്മൾ കാട്ടണ്ടേ, അതുകൊണ്ട് പോവാന്ന് വിചാരിച്ചു. ജയൻ ഒരു അനിയത്തിയും അനിയനും. അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു അല്ലേ? അതെ, വല്യമ്മ ഞങ്ങളെ വളർത്തിയത്. ഒരു പാവം പയ്യനെ പോലെ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു ജയൻ. ഞങ്ങൾ ആരാണെന്ന് ജയൻ ചോദിച്ചു പോലുമില്ല. എന്തിനാ കല്യാണ വീട്ടിലെ തിരക്കിനിടയിൽ കയറി വന്ന 2 അപരിചിതരുടെ കൂടെ ഇറങ്ങി പുറത്തു വന്നു. ഇതായിപ്പോ ഈ വണ്ടിയിലിരിക്കുക. എന്താ ജയ ഇതൊക്കെ? ആരിഫ് ഭായിയുടെ ആളെന്ന് മൂപ്പര് പറഞ്ഞു. ആരിഫ് ബായ്, ആ പേര് മറക്കാൻ കഴിയില്ലല്ലോ ജയന്. അയാൾ തന്ന 30,000 ദിർഹംസ് കൊണ്ടാണ് ജയൻ അനിയത്തിയുടെ കല്യാണം നടത്തുന്നത്. എന്തിനായിരുന്നു ആരിഫ് അത്രയും പണം ജയന് നൽകിയത്? റഫീഖ് എങ്ങനെ മരിച്ചു ജയ? നീ ശരിക്കും കണ്ട കാഴ്ച എന്തായിരുന്നു? ഈ ഒന്നും കണ്ടിട്ടില്ല എന്നങ്ങോട്ട് വിചാരിച്ചേക്ക്. അത് ആ കമ്പനിക്കും അറവാവിനും എല്ലാവർക്കും നല്ലത്. അനക്കും പ്രശ്നമാക്കണ്ട, നമുക്ക് കൊടുക്കാം. എനിക്കറിയാലോ എന്റെ കാര്യം അർജന്റാണ്, അതുകൊണ്ടല്ലേ. റാഫി, നിങ്ങളുടെ കല്യാണമല്ലേ? നാട്ടുപോട്ടെ, ടിക്കറ്റ് കമ്പനി വരും. എൻ്റെ വക ഒരു 30,000 റുപ്യ. ഇനി അതല്ല കണ്ടതൊക്കെ പോലീസിനോട് പറയാനാ പരിപാടി വെച്ചാൽ 2 മയ്യത്ത് വിട്ടായിരിക്കും മോനെ കരിപ്പൂർക്ക് കയറുക. എന്തേ? ഒരു നിറഗർഭിണിയായ പെൺകുട്ടിയുടെ ഇന്നും തോരാത്ത കണ്ണീരിന്റെ വില കൊണ്ട് നീ മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് ചിരി പടർത്തുന്നു. അതാണ് പണം ഭരിക്കുന്ന ലോകത്തിന്റെ വിചിത്രമായ ക്രയവിക്രയങ്ങളുടെ രീതി. സാർ, എന്നെ ഇന്ന് രാത്രി അറസ്റ്റ് ചെയ്യരുത്. നാളെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ ഒരു പിടി ചോറിനാൻ പോലും നിൽക്കാണ്ട് ഞാൻ വന്ന് കേടയിക്കോളും. എന്നിട്ട് എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്തോളി. അറസ്റ്റ് ചെയ്യാനോ? അതിന് ഞങ്ങൾ പോലീസുകാരൊന്നും അല്ലല്ലോ ജയ. ആൽബി, നമുക്ക് തിരിച്ചു പോവാം. ജയനെ വീട്ടില് ഡ്രോപ്പ് ചെയ്യണ്ടേ? വേണം. ജയൻ എന്ന കുടുംബസ്നേഹിയായ നന്മയിൽ ഗോപാലനെ വീട്ടിലെത്തി. Hey John, tell me. That's Arif. Go and get him. Yes, Captain. ഒരു മിനിറ്റ്, ഒരു ചെറിയൊരു പണിയുണ്ട്. ഇപ്പൊ വരാ. ബ്രോ, ബ്രോ,
ഇങ്ങോട്ട് വന്നേ. എന്നെയാ മച്ചു നിന്നെ തന്നെ വാ. പ്രാക്ടീസ് ചെയ് കേട്ടാ. എന്നെയാണോ വിളിച്ചത്? അതെ, എന്താ എന്താണ് താനേതാണ്? ഞാനാ ആ നമ്മുടെ സുലൈമാന്റെ ഫ്രണ്ട്. ഏത് മാൻ? സുലൈമാനെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ കിട്ടിയ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ നമ്മുടെ സുലൈമാനെ. എന്ത് ശരിയാക്കണ കാര്യം? മുറിഞ്ഞിങ്ങനെ ഭായി ഏതാണ്? നിനക്കെന്നെ അറിയില്ല? അന്ന് ചെങ്കാറിൽ വെച്ച് ഞങ്ങൾ പഞ്ഞിക്കിട്ട ടീമിന്റെ ആളാണ്. ഭായ് കാര്യം പറഞ്ഞിട്ടല്ലേ. ഇയാളില്ലേ? ഏത് ഈ മൊട്ടെ? എന്ത് എവിടെ മച്ചാൻ? ആ ഇയാൾക്ക് നിന്റെ ട്രൗസർ അഴിച്ചിട്ട് അയ്യോ വേണ്ട, ഒരു ഗ്രൂപ്പ് സെൽഫി എടുക്കണം. വേണ്ട സാർ ഒന്ന് സഹായിക്ക്. പോയിക്കോട്ടെ. മച്ചു നിനക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ലേ? ഇല്ലാന്നേ, ഒരു ക്ലൂ പറ. ക്ലൂ? ഇങ്ങനത്തെ ക്ലൂ നേരത്തെ രണ്ടും തന്നല്ലേ, വേറെ എന്തെങ്കിലും പറ. പറയട്ടെ, സത്യം പറയാം. എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും അറിയില്ല. ഓഹോ, അറിയില്ലല്ലേ? ആ. എന്നാ പിന്നെ ഞാൻ സ്കൂട്ട് ആയിക്കോട്ടെ. നീട്ടി സ്കൂട്ടായിക്കോ. താങ്ക് യു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ വേണ്ട, നമ്മുടെ സ്ഥലമാണ്. ഓക്കെ. ഏതാ പയ്യൻ? എന്നാ ടാക്സി ഡ്രൈവറുടെ റൂൾ ചെയ്ത സീനില് ആ ചെറുക്ക എന്റെ കിറിക്കൊന്ന് തട്ടിയിരുന്നു. ആ സീൻ അങ്ങ് ഡിലീറ്റ് ചെയ്താ. ഏതാണ് സാധാരണ ഒരു ഡ്യൂട്ടി മനസ്സിലാവണല്ലോ.